അങ്ങനെ ഇവിടെ ഒരു കവാടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നേരെ കുറച്ചുകൂടി ഇങ്ങനെ പോകാണ്ട്, സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാണ്ട് ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക്. ഇപ്പം നല്ലോണം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് അവിടെ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഫുള്ള് ആളുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ കോഴിക്കോട് സിറ്റിയിലുള്ളത്. ഇവിടുന്ന് പാളയം ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയതാണ്. ഇവിടുന്ന് കുറച്ച് ലെഫ്റ്റിലേക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ NCC ബാങ്കിൻ്റെ അവിടെ റെയിൽവേക്ക് തിരിയുന്ന ജംഗ്ഷൻ്റെ അവിടുന്ന് ബേപ്പൂർ ബസ് കിട്ടും. ആ ബേപ്പൂർ ബസ് കയറിയിട്ട് ബേപ്പൂർ പോകണം. അപ്പോൾ ഇതിനു മുമ്പ് പോയപ്പോൾ പോകാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയും കൂടി ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ബേപ്പൂരിലേക്ക് പോകാൻ. ഇവിടെയാണ് ഈ NCC ബാങ്കിൻ്റെ ബസ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ജംഗ്ഷനാണ്. ഇവിടുന്ന് നേരെ പോണ റോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ അങ്ങോട്ടാണ്. നമുക്ക് ഇടത്തോട്ടാണ് പോകേണ്ടത്, ഇടത്ത് സൈഡിലേക്ക്. ഇന്നലെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ആൾ കുറവാണ്, ബസ്സിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അന്നൊരു ദിവസം വന്നപ്പോൾ ജങ്കാർ കയറി കാര്യത്തേക്ക് പോകാൻ പറ്റിയില്ല. പിന്നീട് ഒരു ദിവസം നല്ല ക്ലൈമറ്റുള്ള ഒരു ദിവസം വന്നിട്ടുണ്ട്. ഇവിടുന്ന് ജങ്കാർ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ജങ്കാർ കയറി അക്കരെ ചാലിയത്ത് പോകണം. 10 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, റിട്ടേൺ അടക്കം. അങ്ങനെ ജങ്കാർ ഇവിടുന്ന് അക്കരയ്ക്ക് പോകാൻ വേണ്ടി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചിട്ട് വേണം അക്കരയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്ക് സൈഡ് ഫ്രണ്ടിൽ വരത്തക്ക വിധം തിരിക്കണം, എന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പം ജങ്കാർ തിരിച്ച് കഴിഞ്ഞതിന് നേരെ അക്കരയ്ക്ക് പോകും. കഴിഞ്ഞ തവണ വന്നപ്പം പോയ പുലിമുട്ട് ബീച്ചാണ്. അവിടെ ആ ഭാഗമാണ് കാണുന്നത്. ആ ഭാഗത്തു നിന്നപ്പം നമ്മൾ കയറി. പുലിമുട്ട് ബീച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ഭാഗമാണ് കാണുന്നത്, അക്കരെ കാണുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ ജങ്കാർ കടന്ന് എത്തുന്നതാണ് ചാലിയം ബീച്ചിലേക്ക്. അങ്ങനെ ജങ്കാർ കരക്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുകയാണ്. ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. സൈഡിൽ ചെറിയ ചെറിയ പീടികകളുണ്ട്. ഉപ്പിലിട്ടത്, പിന്നെ ഫ്രൂട്ട്സ് നല്ല. പിന്നെ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇതിലെങ്ങനെ നടന്നിട്ട് കുറച്ച് പോകാണ്ട് അങ്ങോട്ട് ചാലിയം ബീച്ചിലേക്ക് കുറച്ചങ്ങനെ നടന്ന് പോകാണ്ട്. ഇവിടെയും സൈഡിലൊക്കെ ഓരോരുത്തർ മീൻ പിടിക്കുന്നുണ്ട്. സൈഡിൽ നിന്നിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടെയും ബോട്ട് സർവീസൊക്കെ ഉണ്ട്. നമ്മൾ പുലിമുട്ട് ബീച്ചിൽ കണ്ട മാതിരി ഇവിടുന്നും ബോട്ട് സർവീസ് ഉണ്ട്. നല്ല വെയിലാണ്, നല്ല വെയിലത്താണ് നടക്കുന്നത്. പറയുമ്പോൾ ഇന്ന് 2026 ജൂലൈ 23 കർക്കിടക മാസമാണ്. നല്ല വെയിലാണ്, മഴയൊന്നുമില്ല. ഈ ടൈമിൽ മഴയൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കി ഇങ്ങനെ ചെറിയ ചെറിയ പാലങ്ങൾ പോലെ കാണുന്നത് ബോട്ട് സർവീസാണ്. പൈസ കൊടുത്തിട്ട് കയറി പോണ അക്കരെ പുലിമുട്ട് ബീച്ചിലുള്ളത് പോലത്തെ ബോട്ട് സർവീസാണ്. ഇവിടുന്ന് ഒരു പയ്യനെ കണ്ട് അവിലൊക്കെ കച്ചവടം ചെയ്യുന്ന ഫറൂഖിലുള്ള പയ്യനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവന് കച്ചവടം അവിലൊക്കെയാണ്. അപ്പോൾ എന്നെ അടുത്ത് കാണിച്ചു തരികയാണ് അവിലൊക്കെ. അതിന്റെ കച്ചവടത്തിന്റെ അവില് 90 രൂപ പാക്കറ്റ്. മുത്താറി അവില് അത് മാത്രമേ ഉള്ളൂ. വേറെ അവിലുണ്ടോ? വേറെ പിന്നെ അല്ലാത്ത അവിലുണ്ട്. ഇതെന്താ? ഗോതമ്പ് അവില്, മുത്താറി അവില്, ഗോതമ്പ് അവില്, അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഒക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം അതിൻ്റെ കച്ചവടമാണ്. അപ്പം എന്നെ കാണിച്ചു തരികയാണ് സാധനങ്ങളൊക്കെ. അതാ ചാമ അവില്,
ചാമാവിൽ, അങ്ങനെ എല്ലാ പലതരം വെറൈറ്റി ആവില്ല ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഈ പാലങ്ങൾ വെള്ളത്തിലേക്ക് ഇറക്കി ബോട്ട് സർവീസ് നടത്താനുള്ളതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ അടിപൊളി വൈബാട്ടോ. നമ്മളക്കരെ ഭാഗം പുലിമുട്ട് ബീച്ചിൻ്റെ ആ ഭാഗം കാണാം. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ജങ്കാറ് കടന്ന് വന്നത്. അങ്ങനെ ഇവിടുന്ന് കുറച്ചുകൂടി പോവാണ്ട് ബീച്ചിലേക്ക്. ഇവിടെ അങ്ങനെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് കഥ ഇങ്ങനെ കെട്ടൊക്കെ ആയിട്ട് താന്ന് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ സൈഡിൽ മതിലൊക്കെ ഉണ്ട്. വലതുഭാഗത്ത് നമ്മളെ ഇതാണ് അതാ വെള്ളം കയറി കിടക്കുന്ന കടലിൻ്റെ ഭാഗം. ഇതിലാണ് ബോട്ട് സർവീസൊക്കെ പോവുക. അങ്ങനെ അങ്ങ് ദൂരത്തേക്ക് കടലിലേക്ക് പോകും ബോട്ട് സർവീസ്. അങ്ങനെ കറങ്ങിയിട്ടൊക്കെ വരും. അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് ഈ സൈഡിൽ നിന്നിട്ട്. അപ്പോൾ നല്ല വെയിലത്ത് നിന്നിട്ടാണ് മീൻ പിടിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു മീൻ കിട്ടുന്നുണ്ടോന്ന്. മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. മീനൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല ചേട്ടാ മീനൊക്കെ കിട്ടുന്നില്ലേ? ഉണ്ട്. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് കാണുന്ന അതൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സ്ഥലമാണ്. ഈ സ്ഥലങ്ങളൊക്കെ കുറേ ഏരിയ ഉണ്ട് കേട്ടോ. അതാണ് മതിൽ കെട്ടി തിരിച്ചിട്ടേക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ടതാ ഈ നമ്മൾ പോകുന്ന ബീച്ചിൻ്റെ സൈഡൊക്കെ ഇതിൻ്റെ സ്ഥലമാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ സ്ഥലമാണ്. ഇന്ത്യൻ മറ്റേ ഇതിൻ്റെ ഫിഷറീസ് വകുപ്പിൻ്റെ അതിൽ വരുന്ന സ്ഥലമാണ്. അങ്ങനെ ഏകദേശം അടുക്കാനായിട്ടുണ്ട്. അവിടെ രണ്ട് സൈഡ് അതാ കമ്പികളൊക്കെ ഇതാക്കിയിട്ടുള്ള സ്ഥലം കണ്ടോ. അതാ ഇവിടെ അടുക്കാനായിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അത് നേരെ നമ്മൾ അക്കരെ പുലിമുട്ട് ബീച്ചിലുള്ളത് പോലെ അങ്ങോട്ട് ഇങ്ങനെ പാലമുണ്ട്. ആ തലക്കിലേക്ക് ഇങ്ങനെ നടന്നു പോവാം. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പോകുന്നുള്ളൂ. ഇതാണ് സംഭവം. അതാ നല്ല അടിപൊളി ഏരിയ. അതാ അടിപൊളി ഏരിയ ആണ്. ഇവിടെയാണ് ഇതിപ്പം ഉച്ച സമയത്ത് നല്ല വെയിലുണ്ട്. 2:50 അങ്ങോട്ടായിട്ടുണ്ട്. നല്ല വെയിലാണ്. ഇപ്പോൾ ആളൊന്നും വരാനായിട്ടില്ല. പിന്നെ ഇടദിവസമാണ്, ആൾ കുറവായിരിക്കും. എങ്കിലും ആളുണ്ടാവും. അതിനൊരു 4 മണി 5 മണിയോടൊക്കെ അടുപ്പിച്ച് നല്ലോണം ആൾ വരും ഇവിടെ. പിന്നെ ഇവിടെ അങ്ങനെ ടോയ്സ്, രണ്ട് സൈഡിൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. സ്നാക്സ്, ചായ, പല ലഘു ഭക്ഷണങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്യും. ഷോപ്പുകൾ ഒക്കെ ചെയ്യും. വലത്തെ സൈഡ് കടലാട്ടോ. നമുക്കിതിങ്ങനെ നടന്നിട്ട് നേരെ മുമ്പിലോട്ട് കുറേ പോകാണ്ട്. വലത്തെ സൈഡ് കടലാണ്. ഇവിടെ ഇങ്ങനെ ചാലിയം കോട്ടേൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ 1551 ചാലിയം പ്രദേശത്ത് നടന്ന സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചാലിയം കോട്ടേൻ്റെ ഇതൊക്കെ ഇതാ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പം ആൾ കുറവാണ്. ആ ഷെഡ് കാണുന്ന ഷെഡ്, ആ സംഭവം അതൊക്കെ പനയോല കൊണ്ട് മേഞ്ഞ് റെഡിയാക്കി വെക്കുന്ന. അപ്പം അതിൻ്റെ ചോട്ടിൽ കുറച്ച് ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അത് പിന്നെ അധികം ഷോപ്പുകളൊക്കെയാണ്, വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. കുറേയൊക്കെ അടച്ചിട്ടുണ്ട്. വൈകുന്നേരം തുറക്കുള്ളൂ. ഇപ്പം നല്ല വെയിലല്ലേ. ഇപ്പം പിന്നെ ആളുകൾ എത്താനാവുന്നുള്ളൂ. ഇതിങ്ങനെ കുറേ അങ്ങോട്ട് നടക്കാണ്ട് ഫുള്ളും ടൈലൊക്കെ ഇട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അതിൻ്റെ തലക്കൽ ഒരു റൗണ്ടിലൊരു ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പനയോല കൊണ്ടൊക്കെ മേഞ്ഞിട്ട് ഷെഡ് മാതിരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പഴമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ഷെഡുകളൊക്കെ മേഞ്ഞിരിക്കുന്നത്. പനയോല കൊണ്ടൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി വൈബാണ്. ഇതിങ്ങനെയൊന്നും അല്ല ഉണ്ടാക്കുക. ഇത് ഫുള്ളും ജനങ്ങളായിരിക്കും ഇവിടെ. ശനി ഞായർ അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ നല്ല ഫുള്ളും ജനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇതിപ്പോൾ ഞാൻ ഈ നല്ല വെയിലുള്ള സമയത്ത് നേരത്തെ ഈ ടൈമിൽ, അതും മഴക്കാലമാണല്ലോ, ഈ ടൈമിൽ വന്നുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ആളില്ലാത്തത്. കുറേ കഴിഞ്ഞ ആളുകളൊക്കെ എത്തും. നല്ല വെയിലായതുകൊണ്ട് ഞാൻ കുട ചൂടിയിട്ടാണ് പോകുന്നത്. നല്ല വെയിലാണ്. അപ്പോൾ ആ തലക്കിലേക്ക് പോവാണ്. നമ്മളവിടുന്ന് കണ്ട പയ്യൻ അവൻ്റെ അവിലൊക്കെ ഇവിടെ ഇങ്ങനെ കൊണ്ട് നിരത്തി വെക്കുന്നുണ്ട്. നല്ല വെയിലല്ല പോണേ. വെയിലില്ലാത്തടത്ത് വെച്ചൂടെ? വെയിൽ പോയിക്കോളും എന്നാണ് പറയുന്നത്. ആ വെയിൽ കൊണ്ടിട്ട് അവൻ്റെ അവൽ പാക്കറ്റൊക്കെ അവൻ ഇവിടെ നിരത്തി വെക്കുന്നുണ്ട് കേട്ടോ. പാവമാണ്. ആളുകൾ വന്നിട്ട് വേണം. ഇതിനോട് ചേർന്ന് കുറച്ച് വിട്ടിട്ടാണ് കടൽ. ഒരു 10-20 അടി ഉണ്ടാവും, അത്രേ ഉള്ളൂ കടലിനൊക്കെ ചേർന്ന് തന്നെയാണ് കടൽ. കടലിനോട് സമാന്തരമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്ന. ആളുകൾക്ക് വന്നിരിക്കാനും ഉള്ള ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ആ തലക്കേന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. ആ തലക്കേന്നാണ് ഇങ്ങോട്ട് വന്നത്. കുറച്ചുകൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ തലക്കിലെത്തും. ഞാൻ പറഞ്ഞില്ല, റൗണ്ട് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവിടെ എത്തും. അങ്ങനെ ഈ തലക്ക വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ
ഇവിടെ അതാ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ സംഭവമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. ഞാനീ പറഞ്ഞ അവിടുന്ന് കണ്ട റൗണ്ട് ബിൽഡിങ് ഇതാ ഫുള്ളും ഓല കൊണ്ട് മേഞ്ഞിട്ട് നല്ല അടിപൊളി വൈബാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ വെയിലത്തൊക്കെ ഇരിക്കാനൊക്കെ നല്ല തണലും കൊണ്ട് ഇരിക്കാനൊക്കെ നല്ലതാണ്. ഇവിടെ വരെയാണ് ഉള്ളു കേട്ടോ. ഇത് ലാസ്റ്റാണ്. ഇവിടെ കണ്ടോ കുറേ വിറകുകളൊക്കെ കൂട്ടി വെച്ചേക്കുന്നുണ്ട്. ഈ കടലിൽ ഇങ്ങനെ തിരയടിച്ച് വരുമ്പോൾ കിട്ടുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ അതാ കൂട്ടി വെച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ പൊടി വിറകുകളൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ ഉള്ളു കേട്ടോ. അത് ലാസ്റ്റാണ്. ഇവിടെ ഈ തലക്കേന്ന് അങ്ങോട്ടൊരു വഴിയുണ്ട് കേട്ടോ. അവിടുന്ന് അങ്ങോട്ട് അങ്ങനെ വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ലാസ്റ്റാണ്, ഇത് തീരുകയാണ്. ആ തലക്കേന്ന് നടന്ന് വന്നിട്ട് ഇവിടെ ലാസ്റ്റാണ്, ഇവിടെ തീരുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങി അങ്ങോട്ട് കടപ്പുറത്തേക്ക് പോകട്ടെ. അവിടെ ഇങ്ങനെ പാറയൊക്കെ കാണുന്നുണ്ട് കടലിൻ്റെ സൈഡായിട്ട്. ഏതായാലും ഇവിടെ വരെ വന്നില്ല, അവിടെയും കൂടി ഒന്ന്. അങ്ങനെ ഞാൻ ഒരു ചവിട്ട് വഴിയാണ്, വഴി കൂടി അങ്ങോട്ട് നടന്നു നോക്കുകയാണ്. ആ തലയ്ക്കൽ പാറയൊക്കെ കാണുന്നുണ്ട്. കടലിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ പാറകളൊക്കെ കാണുന്നുണ്ട്. അവിടെ ആരോ അങ്ങനെ കക്ക എടുക്കുന്നൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് പോയി നോക്കാം. കക്ക വാരി എടുക്കുന്നൊക്കെ കാണുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇപ്പോഴും നല്ല വെയിലാട്ടോ. ഞാൻ വെയിലത്താണ് നടക്കുന്നത്. വെയിലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. എന്താ അങ്ങനെ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ ഈ ടൈമിലൊക്കെ നമുക്ക് വരാൻ പറ്റുന്ന സമയത്തല്ലേ വരാൻ കഴിയുള്ളൂ. വേണ്ടല്ലോ ഇവിടെയൊക്കെ വെളുത്ത് കിടക്കണം. ആദ്യമൊക്കെ വാരി കക്കേൻ്റെ ബാക്കിയാണ്, വേസ്റ്റൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ കക്ക വാരി കൂന കൂട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇത് കടലിൽ നിന്ന് വാരി എടുക്കുന്നതാ. അവിടെ ഒരു പെണ്ണുങ്ങളതാ, ഒരു സ്ത്രീ അവിടുന്ന് വാരുന്നുണ്ട്. കടലിൽ നിന്ന് കക്ക വാരുന്നുണ്ട്. ഇവിടെയൊക്കെ വാരി എടുക്കുന്നുണ്ട്. ഇവിടെ കൂട്ടിയിട്ടുണ്ട്, ഒക്കെ വാരി എടുക്കുന്നത്. അങ്ങ് ദൂരെ അവിടെ ആ പൂഴിൽ കടലിൻ്റെ സൈഡിൽ തന്നെ നിന്ന് ഒരാൾ മീൻ പിടിക്കുന്നുണ്ട്. പഴയ മരമൊക്കെ പോയിട്ട് ദ്രവിച്ചിട്ട് അതിൻ്റെ കുറ്റികളൊക്കെ നിൽക്കുന്നതൊക്കെ ഓരോ ശില്പങ്ങൾ മാതിരിയുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ ഇങ്ങനെ പഴയ മരങ്ങൾ കടപൊഴുകി പോയിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് കാണുന്നത്. കുറച്ചിങ്ങോട്ട് മാറിയത് ആ ഗ്യാപ്പിലായിട്ട് അവിടെ കുറേ ചെറിയ വള്ളങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. അവിടെ കുറേ ഇവിടെ ഇങ്ങനെ ചെറിയ ഇങ്ങോട്ട് കയറി കിടക്കുന്ന ഭാഗമാണ്. അവിടുന്ന് ഇങ്ങോട്ട് അപ്പുറത്ത് നിന്ന് ഇങ്ങനെ വരുമ്പോൾ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൽ ഇങ്ങനെ കുറേ വള്ളങ്ങളൊക്കെ കരക്കി അട്ടിയിട്ടത്. പിന്നെ ഞാൻ അങ്ങോട്ട് വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. നമ്മളാ കടൽപ്പാലം പോലെ കുറേ ഉള്ളിലോട്ട് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല, ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ കാണിച്ചില്ലേ മുമ്പോട്ട് ഉണ്ടെന്നുള്ളത്. അവിടേക്ക് പോകും, അവിടേക്കൊന്ന് പോയി നോക്കാം. തലക്കിലേക്ക് വെയിലാണ്, എന്നാലും വേണ്ടില്ല. വെയിലൊക്കെ ആറിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകണമെങ്കിൽ എനിക്ക് പിന്നെ ജങ്കാർ 6 മണി വരെ ഉണ്ടാവുള്ളൂ. അതിന് മുമ്പേ അവിടെ കടവിലെത്തിക്കഴിഞ്ഞാലാണ് ജങ്കാറിന് റിട്ടേൺ പോകാൻ പറ്റുള്ളൂ. 10 രൂപ കൊടുത്ത് അങ്ങോട്ടും കൂടിയുള്ള ടിക്കറ്റ് എടുത്താണ്. അപ്പോൾ ആ ജങ്കാർ കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇപ്പുറത്ത് കൂടി ഫറോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടിയൊക്കെ ചെറുവണ്ണൂർ അങ്ങനെയൊക്കെ കൂടിയിട്ട് വളഞ്ഞ് പോകേണ്ടി വരും പിന്നെ കോഴിക്കോടിന് പോകണമെങ്കിൽ. അപ്പം വെയിൽ നോക്കിയിട്ട് കാര്യമില്ല. 6 മണിക്ക് മുമ്പ് ജങ്കാർ കടവിലെത്തിയാൽ ജങ്കാർ കയറിയിട്ട് അക്കരെ ബേപ്പൂർ കടന്നിട്ട് അവിടുന്ന് ബസ് കയറി കോഴിക്കോടിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ 6 മണിക്ക് മുമ്പ് ഇവിടെയുള്ള വീഡിയോകളൊക്കെ എടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിൽ നോക്കാണ്ട് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെയിലാറി കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ വലിയൊരു സ്ഥലമല്ലേ, കുറേ ഏരിയയിൽ ഇങ്ങനെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ടെങ്കിലൊന്നും ആളുകൾ ഉണ്ടെന്നുള്ള ഫീൽ ചെയ്യില്ല. നിറയെ ആൾ വരുമ്പോഴാണ് ഒരുപാട് ആളുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ വെയിലുള്ളതൊക്കെ ആ ഷെഡിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെ ഇരിക്കുന്നുണ്ട് ആളുകൾ, കുറേ ആളുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇവിടെ അടുത്താണല്ലോ നമ്മൾ വന്നത്. ഇന്നിപ്പോൾ വന്നിട്ട് വൈകുന്നേരം അങ്ങ് മടങ്ങി പോകണമല്ലേ. അപ്പോൾ ഇവിടെ അടുത്ത സ്ഥലമായതുകൊണ്ട് രാവിലെ വരുമ്പോൾ ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഇവിടുന്ന് കഴിക്കുകയാണ്. എന്നുവെച്ചാൽ സേമിയ വെജിറ്റബിളൊക്കെ ചേർത്തിട്ടുള്ളൊരു ഫുഡാണ്. അത് അവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നത്, അത് ഇവിടുന്ന് കഴിക്കുക. ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ. ഇവിടുന്ന് കഴിച്ചിന് ഇവിടെ പീടികയിൽ നിന്ന് അവിടെ നിന്നെങ്കിലും ഒരു ചായ കുടിച്ചാൽ മതിയല്ലോ. അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പാലത്തിൻ്റെ അങ്ങോട്ടേക്ക്, അതിൻ്റെ തലക്കിലേക്ക് പോകണം. ഇപ്പോൾ കുറച്ച് വെയിൽ കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതുവരെ കാത്തിരുന്നത്. ഇവിടെ ഫുഡൊക്കെ കൊണ്ടുവന്നൊക്കെ കഴിച്ച് വെയിൽ കുറച്ച് കുറഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയാകാനായി. വെയിലിന് കുറച്ച് ശക്തി കുറവുണ്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ. അങ്ങനെ ഞാൻ അങ്ങോട്ട് നടക്കുക കേട്ടോ. ആ
പാലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങോട്ട് തലക്കലേക്കുള്ള അവിടേക്ക് നടക്കുകയാണ്. വെയിൽ ഇപ്പോഴും വലിയ കുറവൊന്നുമില്ല, നല്ല വെയിലടിക്കുന്നുണ്ട്, ചൂടുണ്ട് നല്ലോണം. ഈ മഴക്കാലത്ത് ഇടയ്ക്ക് തെളിയുന്ന വെയിലായതുകൊണ്ട് നല്ല ചൂടാണ്. മീൻ പിടിക്കുന്നുണ്ട്, ഇത് അവിടെയൊക്കെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടല്ലേ. കുറേ അങ്ങ് നടക്കാണ്ട് കേട്ടോ, തലക്കലെത്തെങ്കിൽ കുറേ നടക്കണം. അതാ വലിയൊരു കപ്പൽ പോണ്, ഒരു കപ്പലാണ് പോണത്, വലുതാണ്. ആ ബേപ്പൂർ ഹാർബറിലേക്കാണ് അത് പോണത്. ഇവിടെ വരെ ഉള്ളു കേട്ടോ ഈ തല, ഇവിടെ വരെ കോൺക്രീറ്റ് ഉള്ളു. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കല്ല് കൂട്ടിയിട്ടേക്കുക, അതിൻ്റെ മുകളിൽ കൂടെ വേണം പോകണമെങ്കിൽ. ആ തലക്കലേക്ക് ആ തലക്കലൊരു പോസ്റ്റ് കാണുന്നില്ല നടുക്ക്, അതിൻ്റെ വരെ. പക്ഷേ ഇവിടെ വരെ കോൺക്രീറ്റ് ഉള്ളു, ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് ഇല്ല, കല്ലാണ്. കല്ല് ചാടി കടന്നിട്ട് വേണം പോകാൻ, കല്ലടുക്കിയിട്ടേക്കുക. അതപ്പോൾ ഇവിടെ ഒരു ഏട്ടനെ കണ്ടിട്ടുണ്ട്, സൈക്കിളിൻ്റെ മുകളിൽ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത്. ഇതാ നല്ല അടിപൊളി സംഭവമാണ്. ഇതാ ഒരു സൈക്കിളിൻ്റെ മുകളിലാണ്. അങ്ങോട്ട് പോവാം. അങ്ങോട്ട് എൻ്റെ പേരെന്താ? ഗിരീഷ് ചേട്ടനാണ്. ഇതാ നല്ല രസമുണ്ടല്ലേ കാണാൻ, നല്ല അടിപൊളിയാണ്. ശരിയാണ്. ജങ്കാർ വന്ന ആളുകളൊക്കെ ഇറങ്ങുന്നുണ്ട്, അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകാനുള്ള ആളുകൾ കയറും. അങ്ങനെ ഞാൻ ജങ്കാർ കടന്ന് തിരിച്ച് കടന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ബേപ്പൂർ കോഴിക്കോട് ബസ് കയറി ടൗണിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി അടുത്ത ഒരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.